നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ചുവരെഴുത്ത്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥി ആരെന്ന് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കാൻ അവസരം നൽകി UDF. ചെമ്പുകമ്പി മോഷണം. സൗത്ത് മാറാടി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ സ്ഥാപനത്തിലാണ് മോഷണം. പായിപ്ര പഴയകത്ത് അഷ്റഫിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് ഷോയോടെ തുടക്കം. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടന്റെ കൺവെൻഷൻ വ്യാഴാഴ്ച തുടക്കമാകും. മാർച്ച് 7 വരെയാണ് കൺവെൻഷൻ. സ്വകാര്യ മില്ലുകളിൽ നെല്ലെത്തിച്ചു. തൂക്കത്തിൽ 4% കുറവ് രേഖപ്പെടുത്തിയെന്ന് കർഷകർ. മുടകുറ്റി പാടശേഖരത്തിൽ നിന്ന് 8 ടൺ നെല്ല് അളന്നപ്പോൾ 320 കിലോഗ്രാം കുറച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ചുവരെഴുത്ത്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥി ആരെന്ന് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കാനുള്ള അവസരമാണ് UDF നൽകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മൂവാറ്റുപുഴയിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും സജീവമായതോടെ സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ചുവരെഴുത്ത്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി ചിത്രം പൂർത്തിയാകാത്തതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെ UDF സ്ഥാനാർത്ഥി കുറച്ച് ഗ്യാപ്പിട്ട് വിജയിപ്പിക്കുകയെന്ന് എഴുതിയത്. വോട്ടർമാർക്ക് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് UDF നൽകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നുണ്ടെങ്കിലും ചുവരുകൾ സ്വന്തമാക്കാനും സ്ഥാനാർത്ഥിയുടെ പേര് ഉറപ്പായാൽ പേരെഴുതി ഗ്യാപ്പ് പൂരിപ്പിക്കാനുമാണ് UDFന്റെ പദ്ധതി. സിറ്റിംഗ് MLAക്ക് മത്സരിക്കാമെന്ന് കോൺഗ്രസ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മാത്യു കുഴൽനാടനായിരിക്കും മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി. അപ്പോൾ ചുമരുകളിൽ ഗ്യാപ്പിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മാത്യു കുഴൽനാടൻ എന്നെഴുതി പൂരിപ്പിക്കാം. സൗത്ത് മാറാടി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ചെമ്പുകമ്പി മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. പായിപ്ര പഴയകത്ത് അഷ്റഫിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെമ്പുകമ്പി മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. പായിപ്ര പഴയകത്ത് അഷ്റഫിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സൗത്ത് മാറാടി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള സ്ഥാപനത്തിൽ പകൽ സമയത്ത് അതിക്രമിച്ചു കയറി പ്രതി 6ാം നിലയിലുള്ള ലിഫ്റ്റ് റൂമിൽ എർത്ത് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ചെമ്പുകമ്പിയാണ് മോഷ്ടിച്ചത്. SI-മാരായ റോയി SN, ഉബൈസ് MM, റോഷ്നി PB, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ KP, ഗിരീഷ് കുമാർ KV, ശ്രീജു രാജൻ, രഞ്ജിത്ത് രാജൻ, നിജാസ് KT എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് ഷോയോടെ തുടക്കം. തിങ്കളാഴ്ച വൈകിട്ട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ തുടങ്ങിയ റോഡ് ഷോയിൽ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് ഷോയോടെ തുടക്കമായി. തിങ്കളാഴ്ച വൈകിട്ട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരന്നു. സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചുവന്ന ബലൂണുകളും ചെങ്കൊടികളുമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉജ്ജ്വല പ്രകടനമായി മാറി റോഡ് ഷോ. പാതയോരങ്ങളിൽ കാത്തുനിന്നവർ ഹാരമണിയിച്ചും പൊന്നാടി അണിയിച്ചും N അരുണിനെ സ്വീകരിച്ച് വിജയമാശംസിച്ചു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കച്ചേരിത്താഴം, നെഹ്റു പാർക്ക് എന്നിവിടങ്ങൾ ചുറ്റി ചാലിക്കടവ് ജംഗ്ഷനിൽ സമാപിച്ചു. അനുമതിയുണ്ടായ സോണിയാ ഗാന്ധിയുടെ പുത്രൻ അനുമതിയിൽ മാറ്റി
കൊള്ളാവുന്ന പാർട്ടി നമുക്കുണ്ട്. വികസന നാട്ടുകൾ ഇനിയും മുന്നോട്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ തുടർന്ന് നടന്ന യോഗത്തിൽ ബാബു പോൾ അധ്യക്ഷത വഹിച്ചു. ഈ ഗവൺമെന്റിന്റെ തുടർച്ച മലയാളക്കരയാകെ ആശിക്കുമ്പോൾ മൂവാറ്റുപുഴ ഇക്കുറി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വികസന നയത്തോട്, വികസന മുന്നേറ്റത്തോട് 100% ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറും എന്നുള്ളതാണ് ഇടത് മുന്നണിക്ക്, ഇടത് പ്രസ്ഥാനത്തിന് ഇന്നാട്ടിലെ ജനങ്ങളാകെ നൽകിയ സ്നേഹ വായ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിസ്വജനവിഭാഗം അവന്റെ ജീവിതം സംരക്ഷിക്കുവാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഇടത് പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വികസന പദ്ധതികൾ ഓരോന്നും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മേനി നടിക്കുന്ന ആ UDF-കാരോട്, ആ UDF-ന്റെ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ ഒരു പദ്ധതി പോലും ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLA-ക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് MLA-യെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. അത്തരത്തിൽ ഒരു വർത്തമാനം ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ്. കാരണം നുണയുടെ ഒരു മാലകൾ തന്നെ തീർത്തുകൊണ്ട്, എല്ലാം മായ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, മൂവാറ്റുപുഴയിൽ നുണകൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് സർവം മായയാക്കി മാറ്റിയിരിക്കുകയാണ്. ആ മായയിൽ നിന്നും സത്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് സാധിക്കും. LDF നേതാക്കളായ ഗോപി കോട്ടമുറിക്കൽ, എൽദോ ഇബ്രഹാം, അനീഷ് M. മാത്യു, MA സഹീർ, CK സോമൻ, സജി ജോർജ്, KA നവാസ്, EK സുരേഷ്, വിൽസൺ ഇല്ലിക്കൽ, ജോർജ് വെട്ടിക്കുടി തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടിന്റെ മണ്ഡലതല തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷനുകൾ മാർച്ച് 19 വ്യാഴാഴ്ച തുടങ്ങും. വൈകിട്ട് 4-ന് പാലക്കുഴ, 5-ന് മാറാടി, 6-ന് വാളകം യോഗങ്ങൾ ചേരും. 20-ന് വെള്ളിയാഴ്ച 5-ന് ആരക്കുഴ, 6-ന് പൈങ്ങോട്ടൂർ, 21 ശനിയാഴ്ച 4-ന് പോത്താനിക്കാട്, 5-ന് കല്ലൂർക്കാട്, 22 ഞായറാഴ്ച 4-ന് പായിപ്ര ആവോലി, 5-ന് മഞ്ഞള്ളൂർ, മൂവാറ്റുപുഴ ടൗൺ, 6-ന് മുളവൂർ, 7-ന് ആയവന മണ്ഡലങ്ങളിൽ യോഗം ചേരുമെന്ന് UDF നിയോജക മണ്ഡലം ചെയർമാൻ KM സലീമും കൺവീനർ KM അബ്ദുൾ മജീദും അറിയിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. സ്വകാര്യ മില്ലുകളിൽ നെല്ലെത്തിച്ച കർഷകർക്ക് തൂക്കത്തിൽ 4% കുറവ് രേഖപ്പെടുത്തിയെന്ന് ആക്ഷേപം. മുടകുറ്റി പാടശേഖരത്തിൽ നിന്ന് 8 ടൺ നെല്ല് അളന്നപ്പോൾ 320 കിലോഗ്രാം കുറച്ചാണ് തൂക്കം അളവ് രേഖപ്പെടുത്തിയതെന്ന് കർഷകർ. തിരുമാറാടി മേഖലയിലെ പാടശേഖര സമിതികളിൽ നിന്ന് സപ്ലൈകോ വഴി കാലടിയിലെ സ്വകാര്യ മില്ലുകളിൽ നെല്ല് എത്തിച്ച കർഷകർക്ക് തൂക്കത്തിൽ 4% കുറവ് രേഖപ്പെടുത്തുന്നത് വൻ നഷ്ടമുണ്ടാക്കുന്നതായി ആക്ഷേപം. മുടക്കുറ്റി പാടശേഖരത്തിൽ നിന്ന് 8 ടൺ നെല്ല് അളന്നപ്പോൾ 320 കിലോഗ്രാം കുറച്ചാണ് തൂക്കം അളവ് രേഖപ്പെടുത്തിയത്. വിവിധ കാരണങ്ങൾ പറഞ്ഞാണ് തൂക്കത്തിൽ 4% കുറയ്ക്കുന്നതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നെല്ല് കാലടിയിൽ എത്തിക്കുന്നത് കർഷകരാണ്. 300 രൂപ മാത്രമാണ് വണ്ടിക്കൂലി ഇനത്തിൽ കർഷകർക്ക് നൽകുന്നത്. മികച്ച രീതിയിൽ ഉണങ്ങി സംഭരിച്ച നെല്ലാണ് മില്ലിലെത്തിക്കുന്നത്. നെല്ലിന്റെ വില ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. എന്നാൽ വായ്പയായിട്ടാണ് കർഷകർക്ക് പണം ലഭിക്കുന്നത്. ഇത് സിബിൽ സ്കോറിനെ ബാധിക്കുമെന്നും കർഷകർ പറഞ്ഞു. കൃഷിഭവന്റെ കീഴിലുള്ള പാടശേഖര സമിതികളിൽ നിന്ന് നെല്ലെടുക്കാൻ സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ട് ഈ സമയം വരെ വണ്ടി വിട്ടു തന്നില്ല. വണ്ടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. കൊണ്ടുചെല്ലുന്നതിന് ശേഷം നമുക്ക് സാമാന്യത്തിൽ നീതിക്ക് നിരക്കാത്ത കട്ടിങ്ങാണ് അവർ തരുന്നത്. 4-5% കട്ടിങ് തരുന്നു. അതുകൊണ്ട് കൃഷിക്കാരന് സമയത്ത് അവർ സപ്ലൈകോയ്ക്ക് എൻ്റെ ബില്ല് പോലും കൊടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ പറ്റുന്നില്ല. PRSന്റെ ലോൺ പോലും തരുന്നില്ല. സമയത്ത് കൃഷിക്കാരന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നെല്ല് മില്ലുകളിൽ നൽകുന്ന കർഷകർക്ക് തൂക്കത്തിൽ 4% കുറവ് നൽകുന്ന പ്രശ്നത്തിൽ ഇടപെടുമെന്ന് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA പറഞ്ഞു. പല സ്ഥലങ്ങളിലും മില്ലുകാർ സഹകരിക്കുന്നില്ല, മില്ലുകാർ കടന്നു വരുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് അവർ അതും ഇതുമൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിഴിവിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഉണങ്ങിയ നെല്ലിന് പോലും ന്യായവില ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ വേദനയും പ്രതിഷേധവും ഉണ്ടാകുന്ന രീതിയാണ്. അപ്പോൾ ഈ നെല്ല് സംഭരിക്കുന്നത് കൃത്യസമയത്ത് സംഭരിച്ച് എടുക്കാൻ കഴിയണം. മാത്രമല്ല അവർ ഫീൽഡിൽ വന്നാണ് സംഭരിക്കേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും കർഷകർ ഈ വണ്ടിയും പിടിച്ച് ഈ പറയുന്ന കാലടിയിലോ അല്ലെങ്കിൽ പെരുമ്പാവൂരോ ഈ മില്ലിലേക്ക് പോവുകയാണ്.
അങ്ങനെ പോകുമ്പോൾ ഇതിന് വരുന്ന എക്സ്ട്രാ ചാർജ് ആര് വഹിക്കും? കർഷകർ തന്നെയാണ് വഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡീസൻട്രലൈസ്ഡ് പ്രൊക്യൂർമെൻറ്റ് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? കർഷകർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഈ നെല്ല് സംഭരണം. എന്നാൽ അതിൻ്റെ ഗുണകരമായ പ്രയോജനം ഉണ്ടാവാതെ പോകുന്ന വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒന്നാണ്, വലിയ പ്രതിഷേധാർഹമായ ഒന്നാണ്. ഉത്പാദന ചെലവ് കൂടിയതിനാൽ തൂക്കത്തിലെ 4% കുറവ് രേഖപ്പെടുത്തുന്ന രീതി ഒഴിവാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചരിത്രപ്രസിദ്ധമായ ആരക്കുഴ സെന്റ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന പള്ളിയും തീർത്ഥാടന കേന്ദ്രമായ മലയക്കുരിശു പള്ളിയും കോർത്തിണക്കി ഭക്തിഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാര ചിത്രീകരണം. പ്രശസ്ത ചലച്ചിത്രഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച 5 ഭക്തിഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാര ചിത്രീകരണ ഉദ്ഘാടനം ആരക്കുഴ ഫൊറോന പള്ളിയിൽ നടത്തി. ആൽബത്തിന്റെ ഉദ്ഘാടനം ആരക്കുഴ സെന്റ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ വികാരി ആർച്ച് പ്രീസ്റ്റ് ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ നിർവഹിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. UDF സ്ഥാനാർത്ഥി മാത്യു കുടൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ UDF ജനപ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുടെയും യോഗം ബുധനാഴ്ച. മൂവാറ്റുപുഴ ബ്ലോക്ക് പരിധിയിലുള്ളവരുടെ യോഗം രാവിലെ 10-ന് മാറാടി വജ്ര ഓഡിറ്റോറിയത്തിലും, മഞ്ഞള്ളൂർ ബ്ലോക്ക് പരിധിയിലുള്ളവരുടെ യോഗം ഉച്ചകഴിഞ്ഞ് 2-ന് വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലും ചേരുമെന്ന് UDF ചെയർമാൻ അഡ്വക്കേറ്റ് KM സലീം, കൺവീനർ KM അബ്ദുൾ മജീദ് എന്നിവർ അറിയിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.